നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് there isൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ രൂപങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരിക എന്നൊക്കെയാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു ഉണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. എന്നാൽ നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇല്ലേ എന്നാണ്. ഉണ്ട് എന്നാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നതെങ്കിലും ചോദ്യം വരുന്ന സമയത്ത് ഇല്ലേ എന്നാവും നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ. പോസിറ്റീവ് ക്വസ്റ്റ്യൻ്റെ ഒരു അർത്ഥം ഉണ്ടോ എന്നാണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഇല്ലേ എന്നാണ്. നമുക്ക് ഉദാഹരണം നോക്കാം. ദർ ഈസ് എ ബുക്ക് ഓൺ ദി ടേബിളിന്മേൽ ഒരു പുസ്തകമുണ്ട്. ഇനി ഇല്ലേ എന്നാക്കുമ്പോൾ എങ്ങനെയാണ് അത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഈസ് ഇൻഡ് ദർ, ഈസ് നോട്ട് എന്നുള്ളതിനെ ചുരുക്കി ഈസ് ഇൻഡ് എന്നാക്കും. ദർ ഈസ് നോട്ട് എന്നാണല്ലോ നെഗറ്റീവായിട്ടുള്ള രൂപം. അപ്പോൾ ഈസ് ഇൻഡ് ദർ എ ബുക്ക് ഓൺ ദി ടേബിളിന്മേൽ ഒരു പുസ്തകം ഇല്ലേ. ഓക്കെ. ഇനി ദർ ഈസ് എ ക്യാറ്റ് ഇൻ ദി ഗാർഡനിൽ ഒരു ക്യാറ്റ് ഉണ്ട്. അപ്പോൾ ക്യാറ്റ് ഇല്ലേ എന്നെങ്ങനെയാണ് വരിക? ഈസ് ഇൻഡ് ദർ എ ക്യാറ്റ് ഇൻ ദി ഗാർഡൻ. ഇനി ദർ ഈസ് എ കപ്പ് ഓൺ ദി ഷെൽഫിന്മേൽ ഒരു കപ്പുണ്ട്. കപ്പില്ലേ എന്നെങ്ങനെ പറയാം? ഈസ് ഇൻഡ് ദർ എ കപ്പ് ഓൺ ദി ഷെൽഫ്. ഇനി ദർ ഈസ് എ ചെയർ ഇൻ ദി കോർണർ, മൂലയിൽ ഒരു ചെയറുണ്ട്. മൂലയിൽ ഒരു ചെയർ ഇല്ലേ എന്നെങ്ങനെ പറയാം? ഈസ് ഇൻഡ് ദർ എ ചെയർ ഇൻ ദി കോർണർ. കോർണർ എന്ന് പറഞ്ഞാൽ മൂല. ഇനി ദർ ഈസ് എ ഡോഗ് ഇൻ ദി യാർഡ്, മുറ്റത്ത് ഒരു നായ ഉണ്ട്. നായ ഇല്ലേ എന്നെങ്ങനെ പറയാം? ഈസ് ഇൻഡ് ദർ എ ഡോഗ് ഇൻ ദി യാർഡ്. ദർ ഈസ് എ പെൻസിൽ ഓൺ ദി ഡെസ്കിന്മേൽ ഒരു പെൻസിലുണ്ട്. ഡെസ്കിന്മേൽ ഒരു പെൻസിൽ ഇല്ലേ എന്നെങ്ങനെ പറയാം? ഈസ് ഇൻഡ് ദർ എ പെൻസിൽ ഓൺ ദി ഡെസ്ക്. ദർ ഈസ് എ ട്രീ ഇൻ ദി പാർക്ക്, പാർക്കിലൊരു മരമുണ്ട്. പാർക്കിലൊരു മരമില്ലേ എന്നെങ്ങനെ പറയാം? ഈസ് ഇൻഡ് ദർ എ ട്രീ ഇൻ ദി പാർക്ക്. ഇനി ദർ ഈസ് എ കമ്പ്യൂട്ടർ ഓൺ ദി ടേബിളിന്മേൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. കമ്പ്യൂട്ടർ ഇല്ലേ എന്ന് ചോദിക്കാൻ ഈസ് ഇൻഡ് ദർ എ കമ്പ്യൂട്ടർ ഓൺ ദി ടേബിൾ. ദർ ഈസ് എ ഫ്ലവർ ഇൻ ദി വെയ്സിൽ ഒരു ഫ്ലവർ ഉണ്ട്. അതിന് ചോദ്യം എങ്ങനെ വരിക? നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഈസ് ഇൻഡ് ദർ എ ഫ്ലവർ ഇൻ ദി വെയ്സിൽ ഒരു ഫ്ലവർ ഇല്ലേ. ദർ ഈസ് എ ലാമ്പ് ഇൻ ദി റൂമിൽ ഒരു ലാമ്പുണ്ട്, ഒരു വിളക്കുണ്ട്. വിളക്കില്ലേ എന്ന് ചോദിക്കാൻ ഈസ് ഇൻഡ് ദർ എ ലാമ്പ് ഇൻ ദി റൂം. ഇനി ദർ ഈസ് എ പെൻ ഓൺ ദി കൗണ്ടറിൽ ഒരു പേനയുണ്ട്. പേനയില്ലേ എന്ന് ചോദിക്കാൻ ഈസ് ഇൻഡ് ദർ എ പെൻ ഓൺ ദി കൗണ്ടർ. ഇനി ദർ ഈസ് എ ബേർഡ് ഇൻ ദി നെസ്റ്റ്, കൂട്ടിൽ ഒരു കിളിയില്ലേ എന്ന് ചോദിക്കാനുള്ള പോസിറ്റീവ് രൂപമാണ് ദർ ഈസ് എ ബേർഡ് ഇൻ ദി നെസ്റ്റ്, കൂട്ടിൽ ഒരു ബേർഡുണ്ട്. അപ്പോൾ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുക ഈസ് ഇൻഡ് ദർ എ ബേർഡ് ഇൻ ദി നെസ്റ്റ്. ഇനി ദർ ഈസ് എ ടെലിവിഷൻ ഇൻ ദി ലിവിംഗ് റൂമിൽ ഒരു ടെലിവിഷൻ ഉണ്ട്. ഇതില്ലേ എന്നിങ്ങനെ ചോദിക്കുക ഈസ് ഇൻഡ് ദർ എ ടെലിവിഷൻ ഇൻ ദി ലിവിംഗ് റൂമിൽ ഒരു ടെലിവിഷൻ ഇല്ലേ. ദർ ഈസ് എ പില്ലോ ഓൺ ദി ബെഡിന്മേൽ ഒരു പില്ലോ ഉണ്ട്. പില്ലോ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുക ഈസ് ഇൻഡ് ദർ എ പില്ലോ ഓൺ ദി ബെഡ്. ഇനി ദർ ഈസ് എ ക്ലോക്ക് ഓൺ ദി വാൾ, ചുമരിന്മേൽ ഒരു ക്ലോക്ക് ഉണ്ട്. ചുമരിന്മേൽ ഒരു ക്ലോക്ക് ഇല്ലേ എന്നിങ്ങനെ പറയാം ഈസ് ഇൻഡ് ദർ എ ക്ലോക്ക് ഓൺ ദി വാൾ. ദർ ഈസ് എ മിറർ ഇൻ ദി ബാത്റൂമിൽ ഒരു കണ്ണാടി ഉണ്ട്. കണ്ണാടി ഇല്ലേ എന്നിങ്ങനെ ചോദിക്കാം ഈസ് ഇൻഡ് ദർ എ മിറർ ഇൻ ദി ബാത്റൂം. ദർ ഈസ് എ സ്പൂൺ ഓൺ ദി ടേബിളിന്മേൽ ഒരു സ്പൂൺ ഉണ്ട്. സ്പൂൺ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കും ഈസ് ഇൻഡ് ദർ എ സ്പൂൺ ഓൺ ദി ടേബിൾ. ഇനി ദർ ഈസ് എ വിൻഡോ ഇൻ ദി ഹൗസ്, വീട്ടിലൊരു വിൻഡോ ഉണ്ട്. വിൻഡോ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കും ഈസ് ഇൻഡ് ദർ എ വിൻഡോ ഇൻ ദി ഹൗസ്. ദർ ഈസ് എ ബോട്ടിൽ ഓൺ ദി ഷെൽഫിന്മേൽ ഒരു ബോട്ടിലുണ്ട്. ഈസ് ഇൻഡ് ദർ എ ബോട്ടിൽ ഓൺ ദി ഷെൽഫ്. ദർ ഈസ് എ പ്ലേറ്റ് ഓൺ ദി കൗണ്ടറിന്മേൽ ഒരു പ്ലേറ്റ് ഉണ്ട്. ഈസ് ഇൻഡ് ദർ എ പ്ലേറ്റ് ഓൺ ദി കൗണ്ടറിൽ ഒരു പ്ലേറ്റ് ഇല്ലേ. ദർ ഈസ് എ കീ ഓൺ ദി ഹുക്കിന്മേൽ ഒരു ചാവിയുണ്ട്. ചാവി ഇല്ലേ എന്നങ്ങനെ ചോദിക്കും ഈസ് ഇൻഡ് ദർ എ കീ ഓൺ ദി ഹുക്ക്. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പദങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. നിങ്ങൾ സ്വന്തമായിട്ടത് കണ്ടെത്തുക. ചോദ്യവും അതുപോലെ പോസിറ്റീവ് രൂപവും ഒക്കെ ഉണ്ട്. ദർ ഈസ് എ റഗ് ഓൺ ദി ഫ്ലോർ, ഈസ് ഇൻഡ് ദർ എ റഗ് ഓൺ ദി ഫ്ലോർ. ദർ ഈസ് എ വെയ്സ് ഓൺ ദി മാൻറ്റിൽ, ഈസ് ഇൻഡ് ദർ എ വെയ്സ് ഓൺ ദി മാൻറ്റിൽ. ദർ ഈസ് എ ചെയർ അറ്റ് ദി ഡെസ്ക്, ഈസ് ഇൻഡ് ദർ എ ചെയർ അറ്റ് ദി ഡെസ്ക്.
There is a hat on the rack. Isn't there a hat on the rack? There is a carpet in the hallway. Isn't there a carpet in the hallway? There is a plant on the windowsill. Isn't there a plant on the windowsill? There is a bag on the chair. Isn't there a bag on the chair? There is a basket on the shelf. Isn't there a basket on the shelf? There is a mat at the door. Isn't there a mat at the door? There is a stove in the kitchen. Isn't there a stove in the kitchen? There is a spoon in the drawer. Isn't there a spoon in the drawer? There is a picture on the wall. Isn't there a picture on the wall? There is a bookcase in the room. Isn't there a bookcase in the room? There is a fork on the table. Isn't there a fork on the table? There is a carpet in the floor. Isn't there a carpet on the floor? ഇനിയൊരു ടാസ്ക്കാണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ള ടാസ്ക്കാണ്. ഇവിടെ അർത്ഥങ്ങളും ക്വസ്റ്റ്യൻ ഉണ്ടാക്കലൊക്കെ നിങ്ങളുടെ ജോലിയാണ്. There is a lamp illuminating the room. There is a stack of papers on the desk. There is a mirror hanging on the wall. There is a hat sitting on the coat rack. There is a vase filled with flowers on the table. There is a path winding through the forest. There is a bus waiting at the stop. There is a bird's nest nestled in the tree. There is a squirrel scurrying across the lawn. There is a river flowing through the valley. There is a rainbow stretching across the sky. There is a fence surrounding the garden. There is a cat curled up on the sofa. There is a painting hanging above the fireplace. There is a breeze blowing through the open window. There is a staircase leading to the attic. There is a ball bouncing in the backyard. There is a cloud drifting in the sky. There is a blanket draped over the chair. There is a ring on her finger. There is a path of footprints in the snow. There is a dog chasing its tail in the yard. There is a mug filled with hot cocoa on the table. There is a flag waving in the window. There is a pile of leaves to jump in. There is a pot simmering on the stove. There is a rainbow of colors in the garden. There is a bat flying overhead. There is a bookmark keeping my place in the book. There is a stack of pancakes on the plate. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പരിപൂർണമാകുന്നു. നിങ്ങളെല്ലാവരും ടാസ്കുകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. കാരണം ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ക്ലാസ് കേട്ടാൽ മാത്രം പോരാ. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ, ടാസ്കുകൾ നിങ്ങളായിട്ട് തന്നെ ചെയ്തു തീർക്കണം. ഓക്കെ, താങ്ക് യു.